ഹായ് ഓൾ, ഇന്ന് നമുക്ക് നല്ലൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പം പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പുഡിങ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. ഈ ഒരു പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ബിസ്ക്കറ്റ് ഇതവിടെ എടുത്തിട്ടുണ്ട്. ഡാർക്ക് ഫാൻറ്റസിയുടെ ഇതുപോലത്തെ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓറി ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഓറി ബിസ്ക്കറ്റ് എടുത്താലും മതി. ഇതുപോലത്തെ 2 പാക്കറ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പൊടിയാക്കി പോകണ്ട. നമ്മുടെ പുഡിങ്ങൊക്കെ കഴിക്കുമ്പോൾ ആ ബിസ്ക്കറ്റ് ഇങ്ങനെ കടിക്കാൻ പറ്റുന്ന വിധത്തിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിത് 2 ബിസ്ക്കറ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ്, ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ക്രീമിൻ്റെ മധുരം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ക്രീം ഒരുപാട് സ്റ്റിഫാക്കി എടുക്കുന്നില്ല. അതായി ഒരു ടെക്സ്ചറിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പുഡിംഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതുപോലൊരു ട്രേയിലാണ് കേട്ടോ പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിലൊരു പാക്കറ്റ് നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം പൊടിച്ചപ്പോഴും ഇതൊക്കെ ശരിക്കും പൊടിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. ഒരുപാടങ്ങ് പൊടിയായി പോകണ്ട. ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് അങ്ങ് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഇതിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് ഇട്ടുകൊടുക്കാം. ഇനി ഈ ക്രീമിന് മേലെയായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നട്ട്സായിട്ട് എടുത്തിട്ടുള്ളത് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ബദാമും പിന്നെ പിസ്തയും പിന്നെ കുറച്ച് ഫിഗ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ട് നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതുപോലെ ഫിഗ്സ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ക്രീമിന് മേലെ ഇട്ട് കൊടുക്കാം. ഇനി ഈ നട്ട്സിന് മേലെയായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് ആണെങ്കിൽ അതും എടുക്കാം. അപ്പം ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ്. അപ്പം ചോക്ലേറ്റ് ഗണാഷ് ആക്കാൻ വേണ്ടിയിട്ട് 125 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും അതുപോലെ 1/3 കപ്പ് വിപ്പിംഗ് ക്രീമും മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഈ ഗണാഷ് ഇതിന് മേലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മേലെയായിട്ട് നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. അപ്പം രണ്ടാമത്തെ പാക്കറ്റും ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതും നമുക്ക് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മേലെയായിട്ട് ബാക്കിയുള്ള ക്രീം കൂടി സ്പ്രെഡ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ സെറ്റ് ആവുന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് കുറച്ച് കസ്റ്റാർഡ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇവിടെ 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് 1.5 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പാലിന് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തത്. ഇനി ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചല്ല കേട്ടോ, നമ്മുടെ കസ്റ്റാർഡിന് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിൽ പഞ്ചസാരയും എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ച ആ ഒരു കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ എടുക്കാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം കസ്റ്റാർഡ് ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാതിരുന്നാൽ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ച് വരും. അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. വേഗം അത് കുക്കാകാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊക്കെ ആക്കി വെച്ചാൽ അതങ്ങ് കട്ട പിടിച്ച് വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് ഇതവിടെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് കട്ടിയിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂട് പോകുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയിൽ വരും. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ച ഒരു കസ്റ്റാർഡിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ചൂട് പോയതിന് ശേഷം മാത്രമേ ഈ ഒരു പുഡിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലാം അങ്ങ് മെൽട്ടായി വരും. അപ്പം ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ
ഒരു പുഡിങ്ങിന് മേലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറീസും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യേണ്ടത് അതുപോലെ ചെയ്തെടുക്കുക. അപ്പം ഞാനിതാ ഇതുപോലെ ബിസ്ക്കറ്റും ചെറീസും വെച്ചിട്ടാണ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ പുഡിങ് ഇതിവിടെ റെഡിയായി. ഇനി ഇത് കുറച്ച് ടൈം കൂടി നമ്മുടെ ഒരു കസ്റ്റാർഡ് കൂടി ഒന്ന് സെറ്റായി കിട്ടണമല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യുക. അതിന് ശേഷം സെർവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി പുഡിങ്ങാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.